എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം 111 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീമദ് അയ്യപ്പ ഭാഗവതം ഫലശ്രുതി. ഹ്രസ്വമായ ആയുസ്സു തീരുമീ കാലത്ത്, ഹ്രസ്വമായെങ്കിലും ശാന്തി ലഭിക്കുവാൻ ക്ലിഷ്ടരായി ദീനരായി ആർത്തരായി മാനവർ കഷ്ടതരം പണിപ്പെട്ടുഴന്നിടുന്നു. മിണ്ടിയിടുന്നോരുടെ ശബ്ദമെല്ലാം അയ്യോ കർണകഠോരരവങ്ങളായിത്തീരുന്നു. കണ്ണിന് കാഴ്ചകളായിട്ട് ഹത്യകൾ മണ്ണിതിൽ സർവത്ര താണ്ഡവമാടുന്നു. സത്യമില്ല, ഹൃദിശുദ്ധിയില്ല, ബഹു ഭക്തിയാദരങ്ങളും ആർക്കുമില്ലാതെയായി വാക്കിനാൽ നോക്കിനാൽ ഊക്കിനാലും എൻ്റെ ആക്കമെല്ലാം എന്ന് ധൂർത്തർ നടിക്കുന്നു. ധർമ്മച്യുതികളാൽ അമ്മയാം ഭൂമിക്ക് വൻ പരിതാപങ്ങളേറ്റി രസിക്കുന്ന മർത്യരാൽ പാലിതനാകും കലിതൻ്റെ കർത്തവ്യമെല്ലാം ഉരത്തമായി ഏറ്റുന്നു. എങ്ങുമേ ദുർനയമേറി വന്നിടുമ്പോൾ അമ്മയാം ധാത്രി മാറത്തലച്ചിടുന്ന സന്താപദായിയാം ഭാവങ്ങൾ കാണുമ്പോൾ സന്താപം എന്നുള്ളിൽ ഏറി വന്നിടുന്നു. അമ്മതൻ സ്വാത്വികരായുള്ള മക്കൾക്കും അമ്മയ്ക്കും എങ്ങനെ സൗഖ്യം ലഭിച്ചിടും? ഇങ്ങനെ മങ്ങാതെ ചിന്തിച്ചൊരൻ മനം തന്നിൽ തെളിച്ചു ഭഗവാൻ നവാക്ഷരി. എപ്പോഴോ മഹാമന്ത്രം ദിവ്യമാം നവാക്ഷരി സത്കൃപാ സിന്ധുവാകും അയ്യപ്പ കടാക്ഷത്താൽ അടിയൻ ജപിച്ചപ്പോൾ അകമേ പ്രകാശിക്കും അത്ഭുതാവതാരത്തിൻ ധന്യമാം മഹാമൂർത്തി. ഉള്ളത്തിലേറിച്ചൊന്നാൻ ചൊല്ലുവൻ കഥാസാരം നല്ലപോൽ ഭാഗവതമായി സശ്രദ്ധമായി. 1167 ആണ്ടിൽ കർക്കിടകമാസം താരക ബ്രഹ്മത്തിൻ്റെ ദിവ്യസന്നിധി പൂകിയിട്ടടിയൻ വണങ്ങുമ്പോൾ ദിവ്യമാമുഷപൂജ പ്രീതനായി ഭഗവാനും ഭവ്യമായി എന്നോടോതി മുൻചെന്ന പരമാർത്ഥം. കല്യരാമുനിവൃന്ദം ശൗനക പ്രമാണിമാർ വല്ലാതാം കലികാലാരംഭത്തെ ഉള്ളം കണ്ട് മനസ്കർക്കെല്ലാം അഭയങ്ങളേകിടുവാൻ വ്യക്തമായി എന്തുണ്ടെന്നു ചിന്തിച്ച് ഭക്തിയാ മുക്തനാം ഗുരുവിൻ്റെ പാദങ്ങൾ നമിച്ചപ്പോൾ വ്യക്തമായി സൂതൻ ചൊന്ന സത്യനാഥൻ്റെ സാരം അയ്യപ്പ കഥാമൃതം സർവവേദാന്തസാരം. ചൊല്ലിയതെല്ലാം ഞാനും ചൊല്ലുവാൻ അപേക്ഷിച്ച് മാമക ദൈവത്തിൻ്റെ തൃപ്പാദം നമിച്ചപ്പോൾ ഈരേഴു പാരിനാഥനാകിയ ഭഗവാന്റെ സാരമാം കഥാമൃതം ഈരേഴു കാണ്ഡങ്ങളിൽ ചാലവേ രചിച്ചതാം അയ്യപ്പ ഭാഗവതം. മാലേറും കലികാല മാലകൾ നീക്കിയിടട്ടെ നൈമിഷാരണ്യവാസികളായ ഒരു മുനീന്ദ്രർക്ക് ദൈവപാദത്തിൽ ചേരാൻ ഹേതുവായോരീ പൊരുൾ ചൊല്ലുകിൽ പഠിക്കുകിൽ നല്ലപോൽ ശ്രവിക്കുകിൽ കൈതവങ്ങളും പോകും കൈവല്യം ലഭിച്ചിടും. കലിയുഗദേവൻ ശാസ്താകനിയുകിൽ അസാധ്യങ്ങൾ ഉലകിലൊന്നിലും ആർക്കും കൈവരികയില്ല നൂനം. മർത്യരായ ഭൂമോ വന്നാൽ ജീവിതാവധിക്കുള്ളിൽ എത്തണം ശബരിമല വത്സരമൊന്നെങ്കിലും. അല്ലായിൽ വ്യഥാമൃഗതുല്യരായി ജീവിച്ചിടാം അല്ലായിൽ അയ്യപ്പനും കാരുണ്യമേകുന്നൂനം. അയ്യപ്പൻ കനിയുമ്പോൾ ശോകങ്ങളകന്നു പോവും അയ്യപ്പ ദയാസിന്ധോ സർവലോകേശ പാഹി. അയ്യപ്പ കഥാസാരമാകും ഈ ഭാഗവതത്തിൽ ചൊല്ലിയേൻ മഹിഷോത്ഭവം ചണ്ഡികാവതാരവും മഹിഷനിധനങ്ങളും പ്രഥമകാണ്ഡം തന്നിൽ മഹിഷിതൻ സ്വർഗാവേശം അവളുടെ വൃത്താന്തങ്ങൾ ബ്രഹ്മവാക്യവും ദേവാശങ്കരവാക്യങ്ങളും പാലാഴിപ്രവേശവും വിഷ്ണുവാക്യവും ചേർത്ത് സാരനാം സുന്ദരൻ തൻ്റെ ജന്മസാരവും കൂടി ചാലവേ ദ്വിതീയത്തിൽ ചൊല്ലിയേൻ ബുധന്മാരെ. തൃതീയ കാണ്ഡത്തിങ്കൽ മഹിഷ സംഗമം അചലോത്ഭവം ദേവരാജനേറ്റോരു ശാപം പാൽക്കടൽ മഥനം രാമനാമോൽപ്പത്തി മായാമോഹിനി അവതാരങ്ങളുമാവുമ്പോൾ ചൊല്ലിയിടിനേൻ. ലോകേശൻ പരൻ സന്താപ നിവാരണൻ കാലങ്ങളിലെല്ലാത്തിനും നാഥനാം മമ ദൈവം. ചാലവേ കലിയിങ്കൽ ഭൂലോക രക്ഷ ചെയ്യുവാൻ ചാലവേ ദിവ്യാവതാരങ്ങൾ വരിച്ചതും ചാലവേ കുമാരന് നാമങ്ങൾ കൽപ്പിച്ചതും ചാലവേ ചൊല്ലാൻ നാഥൻ കനിഞ്ഞു ചതുർത്ഥത്തിൽ. പഞ്ചമേ ചൊല്ലിയിടിനാൻ ഭൂലോകാഗമനവും പരിവേത്താവായി വാണ ഭഗവാൻ ശിശുവായി നായാടി തളർന്നൊരു പാണ്ഡിനെ ലഭിച്ചതും മണികളൻ ദേവൻ രാജമന്ദിരം പ്രാപിച്ചതും ദിനരാത്രങ്ങൾ തോറും ബാലൻ ലീലകളാടിയതും അത്ഭുതകുമാരൻ്റെ വിദ്യാഭ്യാസ ഭാവങ്ങൾ പിന്നെ ഗുരുപുത്രാനുഗ്രഹങ്ങളും മണികണ്ഠകുമാരനെ രാജാവായി വാഴിച്ചിടാൻ മനമോഹം രാജൻ പൂണ്ടു മുടങ്ങും കഥകളും ചതുർദശ ലോകേശനാം ഭഗവാൻ പൊന്നമ്പലത്തിൽ
ചതുർദശ ലോകം കാക്കാൻ ഋഷിമാരാൽ വാഴിച്ചതും സാധനം ഭഗവത് കാരുണ്യത്തിൻ കൃപാപൂരം സാരമായി ഭവിക്കയാൽ ഷഷ്ഠകാണ്ഡത്തിൽ ചൊന്നേൻ. ദക്ഷിണ കൈലാസവർണ്ണനം ദുഷ്ടദാനവർ വീണ്ടും വന്ന് സ്വർഗങ്ങൾ പിടിച്ചതും അമരന്മാർ പമ്പവുക്ക് ഭഗവാനെ ഭജിച്ചതും ഭഗവാനും സമ്മോദത്താൽ മഹിഷിയെ മർദ്ദിച്ചതും മഹിഷിക്ക് നാഥൻ ദിവ്യാനുഗ്രഹം ചൊരിഞ്ഞതും പ്രസ്തരക്കുന്നിൻ ചരിതങ്ങളെ കഥിച്ചതും വ്യാഘ്രാരൂഢനായി ദൈവം പന്തളമെത്തുന്നേരം രാജ്ഞിതൻ കാപഠ്യങ്ങളേവരും അറിഞ്ഞതും റാണിക്കും സജീവനും താക്കീത് കൊടുത്തതും ശീഘ്രമായി മനി കുംഭവ സംഭവനണഞ്ഞതും ഭഗവത് പൊരുൾ രാജനെ കേൾപ്പിച്ചതും സപ്തമകാണ്ഡത്തിങ്കൽ ചൊല്ലുവാൻ ഭാഗ്യം തന്ന താരക പരബ്രഹ്മരൂപിയാം ഭഗവാനെ താപങ്ങൾ നീക്കിയിടേണേ സന്തതം ദയാനിധേ. നന്ദനാനുഗ്രഹം പാപികൾക്കനുഗ്രഹം സർവവേദാന്തസാരം ശ്രീഭൂതനാഥഗീത മായാവികാരങ്ങളും പഞ്ചലക്ഷണങ്ങളും ആചാര്യലക്ഷണം ശാസ്ത്രകർമ്മലക്ഷണങ്ങളും വിദ്യതൻ ഭാവങ്ങളും ഭക്തിലക്ഷണങ്ങളും വർണ്ണചിന്തകൾ ആശ്രമധർമ്മങ്ങളിവയെല്ലാം നിർമ്മമാനുഗ്രഹത്താൽ കഥിച്ചേനഷ്ടമത്തിൽ നവാക്ഷരീനാഥൻ അയ്യപ്പ ഭഗവാന്റെ ദിവ്യാവതാര സാരമാകും ഈ ചരിതത്തിൽ ശ്രീകേദാരമാം ശബരിമലയെയും മാമലയിൽ പ്രശോഭിക്കും അമ്പലമതിനെയും മാമല വന്നിടുന്നോർ പാലിക്കേണ്ടുന്ന ദിവ്യദർശന വിധികളും ഭസ്മവ്യാപിയും ഭൃഗുരാമനാൽ സ്ഥാപിച്ചതാം അഷ്ടാദശ ക്ഷേത്രങ്ങളും തുഷ്ടമായി നവമത്തിൽ ഉരച്ചേൻ സത്തുക്കളെ തുഷ്ടിയ ഭജിക്കേണം അയ്യപ്പ തൃപ്പാദങ്ങൾ. എണ്ണമറ്റ അവതാരങ്ങൾ ധരിക്കും ഭഗവാന്റെ പുണ്യമേറിയിടുന്നാല് ദിവ്യാവതാരങ്ങളും മാമുനി അഗസ്ത്യനാൽ മന്നനോടരുൾ ചെയ്ത സാരമാപദേശങ്ങൾ ഗയാബലി മഹാത്മ്യങ്ങൾ എന്നിവ ദശമത്തിൽ ഭഗവത് അനുഗ്രഹത്താൽ നവാക്ഷരീ ജപത്തോടെ കുറിച്ചെന്നോതിയിടുന്നേൻ. കുംഭതള തീർത്ഥോത്ഭവം ഭഗവത് അനുഗ്രഹം യുഗചര്യകളിവക ഏകാദശകാണ്ഡത്തിലും ആരണർക്കഹമേറി ഭവിച്ചതാം മഹാമുനി ഗൗതമശാപങ്ങളും വിശ്വരൂപ ദർശനങ്ങളും പാരാതെ 12 ചൊല്ലിയെന്നോതിയിടുമ്പോൾ താരകബ്രഹ്മത്തിൻ്റെ വൈഭവ സാരസ്യങ്ങൾ സാരമായി സ്മരിക്കുന്നേൻ അയ്യപ്പദാസന്മാരെ. മണ്ണിലെ പുണ്യജരി പമ്പതൻ മഹാത്മ്യങ്ങൾ പുണ്യമായി നിനക്കേണ്ടും പൂജാപ്രകാരങ്ങളും ഭക്തിയോടടിയനും ത്രയോദശകാണ്ഡത്തിങ്കൽ ശക്തിയായി ചൊല്ലിയിടുന്നേൻ കൈവല്യപ്രദന്മാരെ. ശ്രീഭൂതനാഥാദേവ മാമകാന്തരേ വാഴു ജീവികൾക്കാധാരമാം ശ്രീമണികണ്ഠ പ്രഭോ നിന്നുടെ മഹാമന്ത്രം കലിവാരണ വർണ്ണനം 9 സദാ നാവിൽ പേറുന്നോരടിയൻ്റെ ലോലമാനസം തന്നിൽ ശ്രീയേറും പാതയ്ക്കും ചാലവേ നൃത്തം വയ്ക്കൂ ഭഗവൻ നമോ നമാം. പാരുകൾ 14 ജീവനാഥനാന്തവ ഭാഗ്യദായകമായോരവതാര സാരാംശത്തിൽ പന്തളമന്നൻ മഹാഭക്ത ഭൂപാലോത്തമൻ വൻപഴി ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിനായി ആരംഭം കുറിച്ചതും ഭക്തവത്സലൻ നിജഭക്തന് പൊന്നമ്പലത്തിലെത്തുവാൻ കനിഞ്ഞതും ഭക്തനായി ഭഗവാനും ചുരിക കനിഞ്ഞതും മൂഢചിത്തത്താൽ ദേവരാജന് ഭവിച്ചതും മൂലവിഗ്രഹ രീതി ഭാർഗവൻ പറഞ്ഞതും ഉത്രമാതിരുനാളിൽ ഉത്തരായണാരംഭത്തിൽ ഉത്തമോത്തമൻ തന്നെ ഭാർഗവൻ പ്രതിഷ്ഠിച്ചതും ഉത്തമോത്തമൻ ഭക്തവത്സലൻ ജഗന്നാഥൻ ഭക്തനാം നരേശനായി ശരീരീ കനിഞ്ഞതും തൃപ്തനായി രാജ്യൻ തൻ്റെ രാജ്യത്ത് വരുന്നതും പുത്രനെ ശേഷം യുവരാജാവായി വാഴിച്ചതും രാജാവും ആചാര്യനും ദേവനിൽ ലയിച്ചതും നാരദമുനിക്കെന്ന് കൈവന്ന ഭാഗ്യങ്ങളും നരകാരി മഹാദേവസൂനുവായ അവതാരം തരസാ ചെയ്ത ഒരു ദേവനയ്യപ്പ ഭഗവാന്റെ കരുണാതിരേകത്താൽ ചതുർദശത്തിങ്കൽ ചൊല്ലുവാൻ കരുണാമയൻ കനിവാർന്നതിൻ മൂലം തന്നെ കാലദേശാദിലിംഗഭേദമില്ലാതെ ഏവർക്കും കാലാധിനാഥൻ കഥാസാരങ്ങൾ ചൊല്ലുന്നോരു താരകബ്രഹ്മ ലോകനാഥനാം അയ്യപ്പൻ്റെ സാരമാം കഥാമൃതമാകും ഈ ഭാഗവതം. ചാലവേ ചൊല്ലാം കേൾക്കാം ഭക്തരെ കേൾപ്പിച്ചിടാം മാലുകൾ മാറും സർവഭാഗ്യങ്ങൾ ലഭിച്ചിടും ഭക്തരെ കേൾപ്പിച്ചിടാൻ സപ്താഹ രൂപത്തിലും ഭക്തന്മാർ തുനിയുമ്പോൾ കൈവരും കൈവല്യങ്ങൾ. സത്യവിത്താകും ധർമ്മശാസ്താവിൻ ചരിതങ്ങൾ ഭക്തിയോടാരെങ്കിലും ചൊല്ലുകയിൽ അവർക്കുടൻ ചിത്തം മോദേനനാഥൻ കനിയും സൗഭാഗ്യങ്ങൾ ഭക്തിയിൽ പരം മറ്റില്ലെന്ന് ചൊല്ലിയിടുന്നേൻ. ഭക്തിയുണ്ടാകിൽ ദേവൻ ദാസനായവർക്കെല്ലാം സിദ്ധിയും നൽകിയിടുന്നു കൈവല്യപ്രദായകൻ ഭക്തവത്സരൻ പരബ്രഹ്മമാം ശ്രീ അയ്യപ്പൻ ഭക്തർക്ക് തന്നെ കൂടി നൽകിയിടും ദയാമയൻ.
ഭക്തിഹീനർക്കോ സർവഹാനിയും ഭവിച്ചിടും. മുക്തിക്ക് ഹേതു ശുദ്ധ ഭക്തി എന്നറിഞ്ഞാലും അർത്ഥപുരുഷകാരാദികൾ ഉണ്ടാകിലും ഉത്തമൻ ഭഗവാന്റെ കാരുണ്യമൊന്നില്ലെങ്കിൽ എത്തിയിടും അനർത്ഥങ്ങൾ നിമിഷം തോറും. മമ ഭക്തരെ ഭജിച്ചിടൂ അയ്യപ്പ ഭഗവാനെ. മുക്തലോചനൻ തന്നെ സേവിച്ച് വാണിടുവാൻ ശക്തമാ മനഃശുദ്ധി ഒന്നു മാത്രമേ വേണ്ടൂ. വിത്തഹീനരാകിലും ബുദ്ധിഹീനരാകിലും ശുദ്ധിഭക്തികൾ ചേർന്നാൽ ഉത്തമൻ പ്രസാദിക്കും. താതനും ആചാര്യനും ശബരിക്കൊപ്പം തന്നിൽ സായുജ്യം കനിഞ്ഞൊരു ഭക്തവത്സലൻ തന്നെ ചേതസ്സിൽ വിചാരിപ്പാനാക്കമേകും ഈ മന്ത്രം. സ്വാമിയേ ശരണമയ്യപ്പ ഓതിയിടുമാലോകരേ. അയ്യപ്പ മഹാദേവ കൈതൊഴാൻ ദയാനിധേ. ദൈവമേ ദയാ സിന്ധോ കാരുണ്യമേകൂനാഥ. ഭക്തപാലനം ചെയ്യുവാൻ സന്തതം രമിപ്പോനെ. ഭക്തരക്ഷകാഹരേ നിന്തിരുപാദത്തിങ്കൽ. ഭക്തിയോടി ഗ്രന്ഥത്തെ അർപ്പിച്ച് നവാക്ഷരി സന്തതം ചൊല്ലിയിടുവാൻ അടിയൻ ഭജിക്കുന്നേൻ. നമസ്തേ ത്രിലോകേശ മോഹിനി സൂനോ ദേവ സമസ്തഭൂതേശ്വര ശ്രീയേകു ഭഗവാനെ. ശബരിഗിരീശ്വര ശാശ്വത മഹാമൂർത്തെ ശരണന്തരേണമേ അയ്യപ്പ കൃപാസിന്ധോ. മൂന്നു ലോകേശ ജയ മുക്കണ്ണ സൂനോ ജയ ഭൂവിതിൽ ഭവശ്രീകളേകുവാൻ ജഗന്നാഥ. അയ്യപ്പ ജയ ജയ കന്മശാപഹ ജയ 18 പൊരുൾ ദേവാ സന്തതം ജയ ജയ. ഇതി ശ്രീമദ് അയ്യപ്പ ഭാഗവതം സമ്പൂർണം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.